ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അവൽ വിളയിച്ചതാണ്. അതിനായി ഞാൻ 1 കിലോ അവലാണ് എടുത്തിരിക്കുന്നത്. ഇതിനായി ശർക്കര 1 കിലോ, നെയ്യ് 100, തേങ്ങ 1, കടലപ്പരിപ്പ് 100, കപ്പലണ്ടി 250 ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലോട്ട് ശർക്കര അലിയിക്കാൻ വയ്ക്കാം. ശർക്കര അലിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശർക്കര അലിയുമ്പോഴത്തേക്കും നമുക്ക് അപ്പുറത്തെ പാനിൽ കപ്പലണ്ടി റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി ആദ്യം നമുക്ക് നെയ്യാണ് ഒഴിക്കേണ്ടത്. ഞാൻ ആദ്യം ഒരു ഹാഫ് ടീൻ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഏകദേശം 50 ഗ്രാം വരും. ഇതിലോട്ട് നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോൾ ഇത് ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ശർക്കര അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കപ്പലണ്ടി നല്ലൊരു ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ടത് തേങ്ങയാണ്. ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഗോൾഡൻ കളറായി വരുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ശർക്കര അലിഞ്ഞത് അരിച്ചെടുത്തതാണിത്. ഇതിനി നമുക്ക് പാനി കാച്ചിയെടുക്കാം. ഒരുപാടകം കട്ടിയാവരുത്, ചെറുതായിട്ടൊന്ന് ഒട്ടണം, അത്രേ ആവാൻ പാടുള്ളൂ കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ല പതഞ്ഞ് വരുന്നുണ്ട്. ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ആദ്യമായി അവിൽ ഇട്ട് കൊടുക്കാം ഒരു വലിയ പാത്രത്തിലോട്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന കപ്പലണ്ടി, കടലപ്പരിപ്പ്, റോസ്റ്റ് ചെയ്ത തേങ്ങ, ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം പാനി കാച്ചി വെച്ചേക്കുന്നത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മണമാണപ്പോൾ. ഇത് നല്ലപോലെ ഇളക്കണം കേട്ടോ. അടിയിലോട്ട് ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാം. നമ്മൾ അവിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക.